പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സാരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ലൈനിങ് കുർത്തിയുടെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കുന്നത്. ഇനി ബോഡി പാർട്ടിൻ്റെ ലൈനിങ് എടുത്തിട്ട് അതിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മെയിൻ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിപ്പം റെഡിയാക്കിയെടുത്ത ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴത്തെ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അത് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിൻ്റെയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുൻഭാഗത്തെ നെക്കിൻ്റെ പോർഷൻ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് 15 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 10 ഇഞ്ച് വിഡ്ത്തുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പേപ്പർ ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കുന്നുണ്ട്. അതിനുശേഷം മേലെ ഞാൻ ഇതുപോലെ ഒരു ലൈൻ ഒന്ന് വരക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നെക്കിൻ്റെ ഇറക്കം ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അത് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ 2 പോയിൻറ്റും കൂടി ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ, ആ ഒരു ഷേപ്പിലുള്ള നെക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് ഒരു 14.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 1 ഇഞ്ച് ഇതുപോലെ ബാലൻസ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു പീസിൻ്റെ 3 സൈഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു പീസാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു പീസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ചിലൊന്നും തട്ടാതെ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇനി നമുക്കിപ്പോൾ റെഡിയാക്കിയ ഈ ഭാഗം തിരിച്ച് അപ്പുറത്തോട്ടേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്ക് നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ക്യാൻവാസ് മടക്കിയിട്ട് നമ്മൾ
3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും അതുപോലെ നെക്ക് ഡെപ്ത്തും 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്വയർ നെക്കാണ് ബാക്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡിലും 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു തുണിയിൽ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഇനി റെഡിയാക്കി എടുത്ത പീസ് ബാക്ക് പോർഷൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും അത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കണ്ടല്ലോ, ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിലൊന്നും തട്ടാതെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ നോച്ചസ് കൊടുക്കാം. ഇനി നമുക്കിത് അകത്തോട്ട് തിരിച്ചിടുന്നതിന് മുന്നേ തന്നെ നമുക്കിതിൻ്റെ മേലെ നമ്മളെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും അതേപോലെ വെക്കുക, എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. പിൻ ചെയ്തെടുത്തതിന് ശേഷം ഈ രണ്ട് ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പുറത്തോട്ടേക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഈ ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീവിൻ്റെ മെയിൻ ക്ലോത്ത് എടുക്കുക. അതിൻ്റെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ വെക്കുക. രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെക്കേണ്ടത്. അതിന് ശേഷം ഈ താഴത്തെ ഭാഗത്ത് നമുക്ക് ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അധികം നമ്മൾ സീം അലവൻസ് വെക്കാണ്ടിരുന്നത്. 1/2 ഇഞ്ച് മാത്രം സീം അലവൻസ് വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ വെച്ചിട്ട് ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ഒന്ന് വെക്കുക. അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് മടക്കി തയ്യലൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പം ബാലൻസ് വരുന്ന ഇതുപോലത്തെ ഓരോ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റി റെഡിയാക്കി എടുക്കാം. രണ്ട് സ്ലീവും അതുപോലെ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാർക്കിങ് കൊടുക്കുമ്പം ഉള്ളിൽ ഫ്രണ്ട് പോർഷൻ്റെ ആ ഭാഗത്ത് സ്ലീവിൻ്റെ അവിടെ 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊന്നും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് കുഴിച്ച് വരക്കാം രണ്ട് സൈഡിലും. അതിനുശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇത് നിങ്ങൾ നേരത്തെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്താലും മതി. ഞാനിത് ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിലും അതേപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലീവ് ഇതുപോലെ വെച്ചിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് മാത്രം നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനത് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൽ ചെറിയൊരു പഫ് സ്ലീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പഫ് സ്ലീവിന് വേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ പഫ് സ്ലീവിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ചെറിയ ഞൊറിവിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ 2
ചെറിയ ഞൊറിവ് ഈ സൈഡിലേക്കും ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് 2 ചെറിയ ഞൊറിവ് മറ്റേ ഭാഗത്തേക്കും ഓപ്പോസിറ്റ് സൈഡിലേക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറിയ പഫ് നമുക്ക് അവിടെ കിട്ടും, കണ്ടില്ലേ? ഇതുപോലെ 2 സ്ലീവ്സും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആ 2 സ്ലീവും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുർത്തിയുടെ ബോഡി പോർഷൻ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം സ്ലീവിൻ്റെ സെൻറ്റർ ഇവിടെ വെച്ചിട്ട് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് സ്ലീവ് മിസ്റ്റേക്ക് ഒന്നും കൂടാതെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് നമുക്ക് 2 സൈഡിലേക്കും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഒരു പ്രാവശ്യം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സ് 2 ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്ലീവ് റൗണ്ടിന് നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ് എടുത്തത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള സീം അലവൻസ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പം പറഞ്ഞില്ലേ, അതൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1.5 ഇഞ്ചാണ് ഞാൻ എല്ലായിടത്തും സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അത് ഈ സൈഡിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ചെസ്റ്റിൻ്റെ അവിടെ, വേസ്റ്റിൻ്റെ അവിടെ, അതുപോലെ നമ്മളുടെ ഹിപ്പിൻ്റെ അവിടെ അത്ര വരെ മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് വരച്ചെടുക്കാം. ആ പോയിൻറ്റ്സ് എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡിലും ഞാനൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ച് മാത്രമേ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴത്തോട്ടേക്ക് നമുക്കൊരു ലൈൻ വരച്ചെടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വരച്ചെടുത്ത ലൈനിൽ കൂടി നമ്മളൊരു ലൂസായിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതിന് ശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കുക, എന്നിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കിയെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്യാം. ഇപ്പോൾ ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിത് സ്റ്റിച്ച് ലെങ്ത്ത് 5 മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടെല്ലാം ലാസ്റ്റ് ഈ സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കുക. അത് നമുക്ക് ഈസി ആയിട്ട് അഴിച്ച് കളയാൻ പറ്റും ലാസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഒന്നും കൂടി ഇതുപോലെ ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തിക്കായിട്ട് കസവൊക്കെ വരുന്നത് ഇതുപോലെ അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്ക്
ദാ ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെത്തുമ്പോൾ സൂചി ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് തിരിച്ച് ഇപ്പുറത്തോട്ടേക്ക് എടുക്കാം. എന്നിട്ട് തിരിച്ച് ഈ ഭാഗവും നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ ലൂസ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ഈ സീം റിപ്പർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ സ്ലിറ്റ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ രണ്ട് സൈഡിലും സ്ലിറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ദാ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.